ഹായ്, ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം പുളിയുള്ള 1 കപ്പ് കട്ടിത്തൈരാണ് കേട്ടോ എടുത്തത്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. മോരുകറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് നല്ലത്. ചട്ടി ചൂടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ അല്ലാതെ വേറെ എണ്ണ എടുക്കണ്ട. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കാം. 2 ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടായി പച്ചമണം മാറണം. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ്. അതിനുശേഷം 5ഓ 6ഓ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൊടികളൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഒന്ന് ചൂടായ ശേഷം അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കണം. നിർത്താതെ മിക്സ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ കുറച്ച് മുമ്പേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ തൈര് ചൂടാക്കുമ്പോൾ പിരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. കൂടുതൽ തിളപ്പിക്കണ്ട. ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറിയും പപ്പടവും ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്